ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ ആണ് വണ്ടി. അതിൻ്റെ ഫ്രണ്ട് മൺകാട് പൊട്ടിപ്പോയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അത് പൊട്ടിപ്പോകാന്ന് പറഞ്ഞാൽ ഫ്രണ്ട് മൺകാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർക്കുമ്മേക്ക് ഡയറക്റ്റാണ് പിടിപ്പിക്കണേ. ആ ഡയറക്റ്റ് പിടിപ്പിക്കുന്ന മൺകാട് പിടിപ്പിക്കുന്ന ആ ലെഗ് ഇതുമേ നടന്നു പോയേക്കായിരുന്നു. ഈ വന്ന പീസ് ഇതൊന്നും ഉണ്ടായില്ല. അത് സെപ്പറേറ്റ് വേറൊരു പഴയതുമേന്ന് പോയി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ പിടിപ്പിച്ചാണ്. അതിൻ്റെ ഒടിഞ്ഞു പോകുന്ന പീസാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ മൺകാട് ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. ഈ സൈഡിലത്തെ ലെഗൊന്നും പിടിപ്പിക്കുന്ന സാധനമൊക്കെ ഓൾറെഡി പൊട്ടിപ്പോയേക്കാം. അപ്പോൾ തൽക്കാലം അത് സെറ്റ് ചെയ്ത് വെക്കാനാണ് പറ്റുള്ളൂ. അതിനേക്കാളും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കേസ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് അസംബ്ലി ഈ ചാണകം അടിച്ചിരുന്നിട്ട് ഫുള്ളായിട്ട് ഇതിനകത്ത് തുരുമ്പിട്ട് പോയേക്കാണ് കേട്ടോ. ഇത് മൊത്തത്തിൽ ഇവിടെയൊക്കെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ഹോളുകൾ പോലെ വരാന്നുണ്ട്. അത് തുരുമ്പിട്ടിട്ട് ഫോർക്കിൻ്റെ ആ കട്ടി കുറഞ്ഞു പോയേക്കാം. തുരുമ്പ് പൊളിഞ്ഞു പോകുമ്പോൾ ഓൾറെഡി ആ ഇരുമ്പ് തുരുമ്പായി അത് പൊളിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഓൾറെഡി തിക്നെസ് നഷ്ടപ്പെട്ടേക്കാണ്. അപ്പോൾ അത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് വലിയ താമസം എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം തന്നെ അത് മാറ്റിയിടാനുള്ള പരിപാടി നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബറോ അല്ലെങ്കിൽ ജനുവരിയിലോ എപ്പോഴെങ്കിലും. കാരണം നമ്മൾ അങ്ങനെ ഒരു ഇത് പറഞ്ഞതിൻ്റെ കാരണം വെച്ചാൽ അതിൽ കൂടുതലൊന്നും ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കണ്ടിട്ട്. ഫ്രണ്ട് ഫോർക്കാണ്. നമ്മൾ വല്ല ഗട്ടറിലും ചാടുമ്പോഴായിരിക്കും ഈ സാധനം കട്ടായി പോവുക, ഒടിഞ്ഞു പോവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കേസാണിത് കേട്ടോ. ഇതിൻ്റെ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. നമ്മളത് അഴിച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ വെൽഡ് ചെയ്യാൻ വേണ്ടി അഴിക്കുമ്പോഴാണ് അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാവണേ. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു സംഭവമാണത്. ഇത് ഫോർക്ക് അസംബ്ലി പാടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം. ഇത് ഓൾറെഡി നമ്മളുടെ ആ ഭാഗത്ത് ചാണകത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുണ്ട്. റോട്ടിൽ നിന്ന് ചാണകം അടിച്ച് കയറുന്ന അതങ്ങനെ അത് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ പ്രശ്നം വന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കാം. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് മാറ്റി കളയാനുള്ള പരിപാടി നോക്കാം കേട്ടോ. പിന്നെ അത് കൂടാതെ കൊണ്ട് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ ചെറിയ ടൈറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ മൺകാട് പിടിപ്പിക്കാൻ പറഞ്ഞത് മാത്രമാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ആ വർക്ക് മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും വെൽഡിങ്ങിൻ്റെയും എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസും ലേബർ ചാർജ് എല്ലാം കൂടിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.